പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി കോൺഗ്രസിൽ കലഹം. തൃശൂരിലെ 7 നിയോജക മണ്ഡലങ്ങൾക്കുള്ള സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടെയാണ് അതൃപ്തി മറനീക്കിയത്. നേതൃത്വം കണ്ടുപിടിച്ച സ്ഥാനാർത്ഥികൾക്ക് വിജയസാധ്യത ഇല്ലെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ആരോപിക്കുന്നത്. യുവ നേതാക്കളെ ഒഴിവാക്കാനുള്ള നീക്കത്തിനെതിരെ യൂത്ത് കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ കോൺഗ്രസിൽ സീറ്റുകൾക്കായുള്ള വടംവലി രൂക്ഷമാകുന്നു. ജില്ലയിലെ 7 നിയോജക മണ്ഡലങ്ങളിൽ പ്രാഥമിക സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർത്തീകരിച്ചുവെന്നാണ് വിവരം. സിറ്റിംഗ് സീറ്റായ ചാലക്കുടിക്ക് പുറമെ തൃശൂർ, ഒല്ലൂർ, മണലൂർ, കൊടുങ്ങല്ലൂര്, ചേലക്കര തുടങ്ങിയ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങളിലാണ് സംസ്ഥാന നേതൃത്വം തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് ശേഷം മുതിർന്ന നേതാക്കൾ ചേർന്നെടുത്ത തീരുമാനം AICC അംഗീകരിച്ചാൽ ഉടൻ പട്ടിക പുറത്തിറങ്ങും. TN പ്രതാപൻ മണലൂരിലും, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് കൊടുങ്ങല്ലൂരിലും, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ തൃശൂരിലും, KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്തിൽ ഒല്ലൂരിലും, ചേലക്കരയിൽ KPCC ജനറൽ സെക്രട്ടറി KV ദാസനും, കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫും, സിറ്റിംഗ് സീറ്റായ ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫ് MLAയും മത്സരിക്കും. അതേസമയം മുതിർന്ന നേതാക്കൾ ചേർന്ന് കണ്ടെത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികൾക്കെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഇതിനോടകം തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. വിജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികളെയാണ് നേതൃത്വം രംഗത്തിറക്കിയിട്ടുള്ളതെന്നാണ് ഇവരുടെ ആരോപണം. മുതിർന്ന നേതാക്കൾ അടക്കം മത്സരിക്കാൻ തയ്യാറായ സാഹചര്യത്തിൽ യുവാക്കൾ മാറി നിൽക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലാകും. ഇതിനു മുൻപും മുതിർന്ന നേതാക്കൾക്കായി യുവാക്കൾ മാറിക്കൊടുക്കണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു. ആടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റായ അനിൽ അക്കരയും നിയമസഭാ സീറ്റിനായി രംഗത്തുണ്ട്. കുന്നംകുളം, വടക്കാഞ്ചേരി സീറ്റുകൾക്കായാണ് അനിലക്കര നീക്കങ്ങൾ നടത്തുന്നത്. 7 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ വന്നപ്പോൾ തന്നെ കോൺഗ്രസിൽ പൊട്ടിത്തെറിയാണ്. സീറ്റുമോഹികളുടെ എണ്ണം കൂടിയതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും കോൺഗ്രസിലെ പൊട്ടിത്തെറി പ്രതിഷേധങ്ങളിലേക്ക് എത്തുമെന്നാണ് വിവരം. ഒരു വിഭാഗം നേതാക്കൾക്ക് പിന്തുണയുമായി KC ഗ്രൂപ്പ് രംഗത്തിറങ്ങിയതോടെയാണ് തൃശൂരിലെ കോൺഗ്രസിനുള്ളിൽ തമ്മിലടി രൂക്ഷമായത്. ജനം, തൃശൂർ.